ആളുമായിട്ട് പ്രൊഫഷണലായിട്ട് നിങ്ങൾ കൊള്ളുകയാണ്, സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ട്. പക്ഷെ ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പലതവണ ഇന്നത്തെ ഈ വിതരണോദ്ഘാടനം നടത്തുന്നതിന് അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാമേനോൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് മറുപടി, ഇത് ഒരു ദിവസം കൂടെ നടക്കും. നിരവധി തവണ അതിന് നിവേദനം കൊടുക്കുകയും മന്ത്രിയെ കാണുകയും ചെയ്തു. കോൺക്ലേവ് കഴിഞ്ഞതെല്ലാം നടപ്പാക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. കോൺക്ലേവിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം സംസാരിക്കുകയും ഇതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ അതൊരു 4 മീറ്റിങ്ങോളം ഇത് മാത്രമല്ല, നിരവധി കാര്യങ്ങളുണ്ട്. താങ്കൾ ചോദിച്ച നിരവധി കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. നമസ്കാരം. നമ്മുടെ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ശ്വേതയ്ക്ക് ഒരു സ്വീകരണം കൂടാണിത്. എന്തായാലും എല്ലാ ആശംസകളും, പുതിയ പ്രസിഡന്റിന് എല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളെ ഇവിടെ എത്തി ഞങ്ങളോടൊപ്പം ഈ ഫംഗ്ഷനിൽ പങ്കുകൊള്ളുന്നതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച് ശ്വേത. നമ്മൾ ആദ്യം നമ്മുടെ ആ ഉദ്ഘാടനത്തിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ആ കിറ്റ്, ഒരു ആദ്യത്തെ കിറ്റ് നമ്മുടെ സീനിയർ പ്രൊഡ്യൂസർ ശ്രീ ഉണ്ണിക്ക് കൊടുത്തുകൊണ്ട് ശ്രീ ശ്വേത നിർവഹിക്കുന്നു. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. പ്രൊഡ്യൂസർ കൗൺസിലിന്റെ ഓഫീസിൽ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രസിഡന്റ് വന്ന് ഇത്ര വലിയൊരു ചടങ്ങിൽ വന്നിട്ടുണ്ടോ? സോറി, ആദ്യമായി ലേഡി. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ, ഐ തിങ്ക് ഐ എം ഫ്രണ്ട്സ് വിത്ത് ഓൾ ഓഫ് ദം. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് പോലെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളുണ്ട്. ചർച്ചകൾ നടക്കും. ഇനി ഒന്നും പറയാനില്ല. ഐ എം വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഒത്തൊരുമയോടെ നമ്മൾ രണ്ടുപേരും എന്തായാലും സിനിമയെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ കോസ്. അപ്പോൾ സിനിമ എങ്ങനെ നന്നാക്കണം, നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എങ്ങനെ ചെയ്യാൻ പറ്റും, അതുതന്നെയാണ് ഇവർക്കും നമുക്കുള്ളത് ഒരു ലക്ഷ്യം. സോ താങ്ക് യു സോ മച്ച്. അതെന്തായാലും നമുക്ക് അവരുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും, നമ്മളുടെ സപ്പോർട്ട് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. മാർക്കറ്റ് ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനും കൊടുത്തു തുടങ്ങുവാണ്. അപ്പം ആദ്യമായിട്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. ഓണത്തിന് ഇങ്ങനെയൊരു ഗിഫ്റ്റായിട്ട് മെമ്പേഴ്സിനെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ എടുക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഇതുമായിട്ട് മുമ്പിലേക്ക് ഏറ്റവും അധികം വന്നത് ടോമാണ്, നമുക്കറിയാം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ. അപ്പം ടോമിൻ്റെ ഇന്ന് ഒരു എമൗണ്ട് നമ്മളിപ്പം ഗവൺമെന്റ് ഏർപ്പെടുത്താനുള്ള തീരുമാനമാണ്. ഗവൺമെന്റ് അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നു. നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്നിട്ടാണ് നമ്മൾ അവർ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ 10 കോടി രൂപ എങ്ങാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ചലഞ്ചായിട്ട് ഇങ്ങനെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വന്നിട്ട് 40-45 രൂപയ്ക്കാണ് ഒരു ടിക്കറ്റിന് നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുന്നത്. നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊക്കെ അത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം അത് ഏറ്റവും താഴത്തെ രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് തിയേറ്ററുകാർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ അവരെ കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബുക്ക് മൈ ഷോയും ഇതിൻ്റെ അകത്ത് വരും. അവരുടെ സെർവറിൽ കൂടെ തന്നെ ആയിരിക്കും, ഗവൺമെന്റിന്റെ സെർവറിൽ കൂടെ തന്നെ ആയിരിക്കും ബുക്ക് മൈ ഷോയും ഒക്കെ ടിക്കറ്റ് പോകുന്നത്. അപ്പം ജനങ്ങൾക്ക് സിനിമ കാണാനായിട്ട് കാശ് കുറച്ച് കൊടുക്കാൻ മതിയാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് നടക്കുന്നുണ്ട്. കോൺക്ലേവിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കുറേ ചർച്ചകൾ നടന്നു. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നമുക്ക് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചർച്ചകൾ നടത്താമെന്നാണ് മന്ത്രി അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഹൈദർ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് നമ്മൾ സമരത്തിൽ നിന്നും പിൻവാങ്ങിയത്. അങ്ങനെ ഒരു പ്രോമിസ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ അന്ന് അത് മാറ്റിവെച്ചുകൊണ്ട് ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ കോൺക്ലേവിലൊക്കെ പങ്കെടുത്തു. താങ്ക് യു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പറയാനായിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ്. നമ്മൾ അമ്മയായിട്ട് ജോയിന്റ് ആയിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിന് ശേഷമാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ
അമ്മയായിട്ട് ചേർന്ന് ഞങ്ങൾക്ക് അടുത്തൊരു ഷോ നടത്തണം. അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ അതിന്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടന് അല്ലെങ്കിൽ ഇൻസെന്ററിന് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. അപ്പം തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്ന്. കാരണം അമ്മയുടെ അസോസിയേഷന്റെ അക്കൗണ്ടിൽ അമ്മ അസോസിയേഷനിൽ 8 കോടി 9 കോടി ഉണ്ട്. ഇവിടെ അത്രയൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് അത് അതെങ്ങനെ അറിഞ്ഞു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇന്നലെ ഞാനൊരു ചടങ്ങില് രാകേഷ് ചേട്ടനെ കണ്ടപ്പോ ഞാൻ രാകേഷ് ചേട്ടാ എന്ന് പറഞ്ഞപ്പോ മൂപ്പരിന്റെ ചേരി പറഞ്ഞു, അതെ നമുക്കൊരു ഷോ ചെയ്യണേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാകേഷ് ചേട്ടനോട് ഒബ്വിയസ്ലി നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മൾ ഇതിന്റെ മുമ്പേ ഒരു ഷോ ചെയ്തതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പം അതിൻ്റെ ഒരു സന്തോഷമാണ്. അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിൻ്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും. നമുക്ക് രണ്ടുപേരും വിൽ ഓൾ ഹാവ് എ ഗുഡ് തിങ്. അല്ല, ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ. ഞങ്ങളത് മാർച്ചോടുകൂടി അത് നിർത്തിയിരുന്നു. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അത് ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ള എടുത്ത തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയിൽ അല്ലാത്ത അംഗങ്ങളും ഉണ്ടല്ലോ, അത് നമ്മുടെ മെമ്പേഴ്സാണ്. അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞപ്പോൾ ഇപ്പം നമുക്കത് വേണ്ട, അത് ഒത്തിരി ബിസിനസ്സിനൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുത്ത് താൽക്കാലികമായിട്ട് അത് പെൻഡിങ് വെക്കാം. ഇപ്പൊ അത് പുറത്തേക്ക് വിടണമെന്ന് കോമൺ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളത് അറിയിക്കുകയും ചെയ്തിരുന്നു.